ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻസ് വഴി ചോദിക്കലുണ്ട്. നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ചേച്ചി ഇത് ഇവിടുന്ന് വാങ്ങിച്ച് ഇതിൻ്റെ സംഭവങ്ങളുടെ ഒക്കെ റേറ്റ് എത്രയാണ്, അങ്ങനെ ഒരുപാട് കമൻസ് നമുക്ക് വരലുണ്ട്. നമ്മൾ ഇൻവിസിബിൾ ചെയിൻ പാലക്ക വെച്ചിട്ടാണ് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ സ്റ്റോൺസ് വെച്ചിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് തന്നെ നമ്മൾ സ്റ്റഡും സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളധികം പൈസ ഒന്നും ചിലവാക്കാണ്ട് നമുക്ക് ഓണത്തിന് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ടും കൂടി ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരിപ്പോൾ അങ്ങനെ ബിസിനസ്സായിട്ട് ചെയ്യണ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ചെയ്യണു. വേറെ ഒരാൾ ഇട്ട് നോക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഭംഗി കാണുള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. ഞാൻ വേറെ വീഡിയോസായിട്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം വരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് കേട്ടോ ഗായ്സ്, നമുക്ക് വേണ്ട സാധനങ്ങൾ. ഒരു ഗ്ലാസ് ഷീറ്റ് വേണം, പിന്നെ നമുക്ക് സ്റ്റോൺസ് വേണം. ഇതിൻ്റെ ഈ സ്റ്റോൺസിൻ്റെ ഒരു മാലയ്ക്ക് 25 രൂപയുടെ മീറ്ററിന്. ഇതൊരു 1.5 മീറ്റർ കാണും. ഇതാണ് ഗിയർ വയർ. പിന്നെ ഇതാണ് കുന്തൻ സ്റ്റോൺസ് എന്ന് പറയണത്. അതായത് കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പാക്കറ്റിൽ തന്നെ 10-25 ഉണ്ടാവും. ഇത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇതിനെല്ലാത്തിനും പാക്കറ്റിന് 10 രൂപ വരുന്നുള്ളൂ കേട്ടോ. കുന്തൻ സ്റ്റോൺസിന് ഇത് കുളത്ത്, കുന്തൻ സ്റ്റോൺസിന് മാത്രമേ 20-30 അങ്ങനെ റേഞ്ച് ഉണ്ട്. ഇത് നമ്മൾ കുളത്തിടാൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കട്ട് ചെയ്തിട്ടും അല്ലാണ്ട് യൂസ് ചെയ്യും കേട്ടോ. പിന്നെ വട്ടക്കണ്ണികൾ വേണം നമുക്ക് മാല ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. പിന്നെ കത്രിക വേണം, ചെറുതായാലും മതി. പിന്നെ ഒരു പ്ലെയർ വേണം. ഇതിനൊരു ചെറിയ പ്ലെയറാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഇതെടുത്തു. പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പശ. നല്ല അടിപൊളി പശയാണ് കേട്ടോ, നന്നായിട്ട് ഇത് ഒട്ടും ചെയ്യും. പിന്നെ ലൈറ്റർ വേണം. ലൈറ്റർ ഞാൻ ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ, കറക്റ്റ് ഓവൽ ഷേപ്പ് ആയതുകൊണ്ട്. നമ്മൾ ആദ്യം ഗ്ലാസ് ഷീറ്റിൽ നമ്മളൊരു പശ തേക്കുക. എന്നിട്ട് ആ പശയുടെ തന്നെ മൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടൂള് പോലെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കണത്. പക്കയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ആദ്യം പശ തേച്ചിട്ട് ഒരു സ്റ്റോൺ നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ സാധനം നമ്മൾ എണ്ണണം കറക്റ്റ്. ഇതൊരു ഓവൽ ഷേപ്പല്ല സ്റ്റോണ്. അത് നമ്മൾ കംപ്ലീറ്റ് ഒരു 11 എണ്ണം വേണം കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 11 എണ്ണം നോക്കിയിട്ട് ശരിക്കും എണ്ണയാണ് കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്തിട്ട് അതിന് ചുറ്റോറം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ ആ സൈഡിൽ ചെയ്തത് കണ്ട, ബാക്കിൽ ചെയ്തതൊന്നും നമുക്ക് കറക്റ്റ് എണ്ണം കിട്ടിയിട്ടില്ല. നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് സാധാ കത്രി കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ഫോഴ്സ് കൊടുക്കണം എന്നുള്ളൂ. നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ട് ശരിക്കും ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടി പശ തേക്കണം കേട്ടോ. പശ നന്നായിട്ട് വേണം, പക്ഷെ പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനൊരു 5 എണ്ണം നമ്മുടെ ചെയിനും 2 എണ്ണം സ്റ്റഡും ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. ശരിക്കും നമ്മളൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യണ മാലയ്ക്ക് തന്നെ ജോഡിയായിട്ട് കമ്മലും കൂടി ഇടണം, എങ്കിലേ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ല, നമുക്ക് പുറത്തേക്ക് പ്രൊജക്റ്റിൻ്റെ രീതിയിൽ വെക്കാം. അതൊരു ഓവൽ ഷേപ്പാക്കി വെച്ച് കൊടുക്കാം. 1-2 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. പക്ഷെ പിന്നെ നമുക്കത് വേഗം മനസ്സിലാവും. കണ്ട, ഒരു ഷാർപ്പായിട്ട് അതിൻ്റെ തുമ്പ് കണ്ട ഇങ്ങനെ നല്ല തിളക്കാണ് കേട്ടോ. അത് ഇപ്പോഴല്ല, ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ആ പശയുടെ ഇതൊക്കെ പൂവിട്ട കണ്ട. അങ്ങനെ ഞാനിത് ഇവിടെ 5ഉം 2ഉം 7 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് സംഭവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റഡിൻ്റെ ആ സ്റ്റോണിൻ്റെ ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തു കറക്റ്റ്. ഇത് ശരിക്കും നമുക്ക് ഷേപ്പ് ചെയ്യാനൊന്നുമില്ല. ഷേപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈറ്റർ ഉപയോഗിച്ചിട്ട് വേറെ പ്ലെയർ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഷോർട്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ആ കമ്പിയില്ല, അവിടെ എടുക്കുന്ന കമ്പി, ആ കമ്പി കത്രിക കൊണ്ട് തന്നെ ഒരു അരയിട്ട് വെട്ടുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് പൊട്ടി കിട്ടും. കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പശ നീളനെ തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് കുളത്തിയിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കഴുത്തിൽ അതിങ്ങനെ വീണ് കിടക്കുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറ്റിയ പോലെ കിടക്കും. നമ്മളങ്ങനെ ഗിയർ വയർ എടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് മാല സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ
നമുക്ക് ഈ ഒരു പെൻഡൻറ്റിന് തന്നെ 15-20 രൂപ ഉണ്ട് പെൻഡൻറ്റിന്. നമ്മളിപ്പോൾ ഉപയോഗിച്ച് നമ്മളെ പെൻഡൻറ്റ് വാങ്ങിക്കാണ്ട് തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതേ ഞാൻ ഈ വട്ടക്കണ്ണികളെല്ലാം കൂടിയിട്ട് നമ്മൾ കഴുത്തിന് അളവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കഴുത്തിൻ്റെ അളവിനായിട്ടും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മാല കോർക്കാൻ പോണത്. അതെ നമ്മൾ വട്ടക്കണ്ണി ഓരോന്ന് പൊളിച്ചിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഗിയർ വയറിൻ്റെ അറ്റത്ത് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ബീഡ്സിൽ അതിൽ ഏറ്റവും ചെറിയ ബീഡ് ആ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വളച്ച് ആ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ബീഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയിട്ട് പ്ലെയർ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതവിടെ ലോക്കായിരുന്നോളും. എന്നിട്ട് നമ്മൾ വട്ടക്കണ്ണി ജസ്റ്റ് അതിൻ്റെ കൂടെ വട്ടക്കണ്ണിയുടെ സൈഡ് തുറന്നിട്ട് ഇപ്പോൾ ലോക്ക് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ കറക്റ്റ് നമ്മുടെ കഴുത്തിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ 5 എണ്ണം അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിൽ എത്ര ഗ്യാപ്പ് വേണം, എത്ര ഡിസ്റ്റൻസ് വേണമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ 5 എണ്ണം വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കണത്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് 5 എണ്ണം കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതിവിടെ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മളത് പ്രസ് ചെയ്തു. നമ്മുടെ വട്ടക്കണ്ണി കഴിഞ്ഞതിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ചെയ്യണത്. എന്നിട്ട് നമ്മളൊരു വലിയൊരു ഗോൾഡൻ ബീഡ് അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലോക്കറ്റ് കയറ്റി. എന്നിട്ട് പിന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു, പ്രസ് ചെയ്തു. കണ്ടില്ല, അതാണ് ചെയ്യണത്. ഈ വലിയ പ്ലെയർ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രസ് ആവത്തിരി പണിയാണ്. കണ്ടില്ലേ, അത് പ്രസ് ആയിട്ടില്ലെങ്കിൽ കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കൂട്ടാ. കണ്ടില്ലേ, ഒരു ഗിയർ ലോക്ക്, ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു ഗിയർ ലോക്ക്, പിന്നെ നമ്മുടെ ലോക്കറ്റ്, പിന്നെ ഒരു ഗിയർ ലോക്ക്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു ഗിയർ ലോക്ക്. അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. മനസ്സിലായില്ലേ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ നമ്മൾ സെയിം ഗ്യാപ്പ്, സെയിം ഡിസ്റ്റൻസ് തന്നെ വേണം കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ അങ്ങനെ ഒരു 5 എണ്ണം സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളിവിടെ 3 എണ്ണം ചെയ്തു. നമ്മളടുത്ത് ചെയ്യാണ് ഗിയർ ലോക്ക്, ഗോൾഡൻ ബീഡ്, പിന്നെ ഗിയർ ലോക്ക്, പിന്നെ നമ്മുടെ പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇടുക, ഗോൾഡൻ ബീഡ് ഇടുക, പിന്നെയും ഗിയർ ലോക്ക് ഇടുക. അങ്ങനെ കണ്ടില്ല, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയൊരു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സംഭവം നല്ല വെളിച്ചത്തിലൊക്കെ നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. നമുക്ക് ഇനി അതിൻ്റെ കുളത്തും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു പെൻഡൻറ്റ് അല്ലെങ്കിൽ ഒരു ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനൊക്കെ നല്ല ഒരുപാട് പൈസ പുറത്തേക്ക് കൊടുക്കണതിനൊന്നും ആവശ്യമില്ല. നമ്മളെങ്ങനെയാണോ കൊളുത്തിട്ട് അതുപോലെ തന്നെ തുമ്പ് വളച്ചിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ജസ്റ്റ് ആ കുളത്തവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ്, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.